നമസ്കാരം. കളരിപ്പയറ്റിനെ നമുക്ക് മൊത്തം 4ആയിട്ട് തിരിക്കാം. മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ. അതുകൂടാതെ കളരി ചികിത്സ എന്ന് പറയുന്നൊരു വിഭാഗം കൂടിയുണ്ട്. മെയ്ത്താരിയിൽ പ്രധാനമായിട്ടും ഒരു പുതിയതായിട്ട് വരുന്നൊരു വിദ്യാർത്ഥിയെ തൻ്റെ ശാരീരിക മാനസിക അവസ്ഥകളെ പരുവപ്പെടുത്തിയെടുക്കുക, അവരെ നല്ല ആരോഗ്യമുള്ളവരാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതെങ്കിൽ, കോൽത്താരിയിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറുതും വലുതുമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചെറുവടി അല്ലെങ്കിൽ വലിയ വടി എന്ന് പറയുന്ന തരത്തിലുള്ള മരം കൊണ്ടോ അല്ലെങ്കിൽ ചൂരൽ കൊണ്ടോ ഒക്കെ ഉള്ള ആയുധ പരിശീലനങ്ങളാണ് അവിടെ നേടുന്നത്. അതിനുശേഷം അങ്കത്താരിയിലേക്ക് കടക്കുമ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള മൂർച്ചയുള്ള ആയുധങ്ങളിലുള്ള പരിശീലനമാണ് അവിടെ നേടുന്നത്. ഇതിനൊക്കെ നല്ല ശാരീരികമായും മാനസികമായും തയ്യാറാക്കിയ ഒരു വിദ്യാർത്ഥി മാത്രമാണ് അത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ കൊടുക്കാറുള്ളത്. ഇത് അങ്കത്താരിയിൽ പ്രധാനമായിട്ടും ഉടവാള്, അതുപോലെ വാളും പരിച, കട്ടാര, കുന്തം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉറുമി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂർച്ചയുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ആയുധങ്ങളുടെ പരിശീലനമാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം വെറുങ്കൈ എന്ന് പറയുന്ന വളരെ മർമ്മപ്രധാനമായിട്ടുള്ള പ്രയോഗങ്ങളാണ് അവിടെ പരിശീലിപ്പിക്കുന്നത്. 64 കുലാഭ്യാസ മർമ്മങ്ങളൊക്കെ ഈ വെറുങ്കൈ പരിശീലനത്തിലാണ് പരിശീലിപ്പിക്കാറുള്ളത്. അതിനുശേഷം കളരി ചികിത്സ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ 108 മർമ്മസ്ഥാനങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടുള്ള വിശേഷപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് കളരി ചികിത്സ എന്ന് പറയുന്നത്. അത് കൈകൊണ്ടും കാലുകൊണ്ടും ഉള്ള ഒഴിച്ചിലിനുകളാണ് പ്രധാനമായിട്ടും അത് ഉപയോഗിക്കുന്നത്. പ്രത്യേകതരം തൈലക്കൂട്ടുകൾ, പ്രത്യേകതരം കഷായക്കൂട്ടുകൾ എല്ലാം അതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള അതിവിശേഷമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് കളരി ചികിത്സ എന്ന് പറയുന്നത്. അത്തരത്തിൽ വളരെ അതിവിപുലമായിട്ടുള്ളൊരു വളരെയേറെ പഠിച്ചു തീരാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് കാലപ്പഴക്കം വേണ്ടുന്ന ഒരു വിഷയമാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. എങ്കിലും നല്ല സമർത്ഥനായിട്ടുള്ള, നല്ല താല്പര്യത്തോടു കൂടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ പരിശീലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമസ്തേ.